ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥ കേട്ടാലോ? ശ്രുതി ശ്രുതിയുടെ പാർലറിൽ പോയി 14 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. എന്നാൽ ശ്രുതി ദേഷ്യപ്പെടുന്നു. എന്നിട്ട് വീട് പണയം വെച്ച് രൂപ തരാൻ അമ്മയോട് ആവശ്യപ്പെടാൻ പറയുന്നു. ശരിയാണ്, അമ്മ തീർച്ചയായും തരുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തി. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഉടനെ തന്നെ കാനഡയിലേക്ക് പോകണം. നിനക്കതിന് പണമൊക്കെ അത് അമ്മ വിചാരിച്ചാൽ നടക്കും. ആഹാ, അങ്ങനെ എനിക്ക് 14 ലക്ഷം രൂപ ഇവിടുത്തെ വീട് പണയം വെച്ച് അമ്മ തരണം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി അമ്മ ദേഷ്യപ്പെട്ടു. 1 രൂപ പോലും തരില്ല എന്നും നിനക്ക് ആധാരം തന്നിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങണോ എന്നും ദേഷ്യത്തോടുകൂടി തന്നെ ചോദിക്കുന്നു. ഈ സമയം ശ്രുതിയും അവിടെ വരുന്നു. അമ്മേ, ശ്രുതിയുടെ ആഗ്രഹമല്ലേ കാനഡയിൽ പോകണമെന്നത്. അമ്മ സഹായിക്കാമെന്ന് പറയുമ്പോൾ ശ്രുതിയെ രൂക്ഷമായി നോക്കി. നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊടുക്കാൻ പറ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നു. നീ ഇതിന് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ശ്രുതി എന്നേ രക്ഷപ്പെടുമായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. ശ്രുതി അപ്സെറ്റായി നിൽക്കുന്നു. അവസാനം 14 ലക്ഷം അവൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നു. ഞാൻ നിന്നെ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്വാമിജി പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നും പറഞ്ഞ് ഇയാളെ ശ്രുതിയെയും കൂട്ടി സ്വാമിജിയുടെ അടുത്തേക്ക് പോകുന്നു. അടുത്ത് വർഷ സ്കൂട്ടറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അവളെ മുൻപ് കെട്ടാൻ നടന്നവൻ പുറകെ പോകുന്നു. വർഷ ദേഷ്യപ്പെടുന്നു. പക്ഷേ അവൻ പറയുന്നു, എനിക്ക് നിന്നെ വേണം, നിന്നെയും കൂട്ടിയേ ഞാൻ പോകൂ. ഒരു പെണ്ണ് കോമാളി വേഷം കെട്ടിയവനായിട്ടാണ് എല്ലാ കൂട്ടുകാരും എന്നെ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് കൈപിടിച്ച് വലിക്കുന്നു. അവൾ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചിട്ടും വീണ്ടും വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. നിൻ്റെ ഭർത്താവ് ഇപ്പോൾ പിണങ്ങി താമസിക്കുകയാണെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സജി കാറുമായി അവിടെ വരുന്നു. അവളെ രക്ഷപ്പെടുത്തുന്നു. ഇനിയെങ്ങാനും ഇവളുടെ പുറകെ വന്നാൽ നിൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറയുന്നു. എൻ്റെ അച്ഛനെ നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാറിൽ കയറി അയാൾ പോകുന്നു. സജി വർഷയോട് പറയുന്നു, ഇവൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ശ്രീകാന്ത് പാവമാണ്. നീ വരാത്തത് കൊണ്ടാണ് ശ്രീകാന്തം വീട്ടിൽ വരാത്തത്. ഞാൻ നിൻ്റെ അച്ഛനെ അടിച്ചതാണ് കാരണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ എന്നെ വെറുത്തോളൂ. പക്ഷേ ശ്രീകാന്തിനോട് നീ അത് കാണിക്കരുത്. നീ ശ്രീകാന്തിനോടൊപ്പം സന്തോഷത്തോടെ കഴിയണം. നീ അവനെയും കൂടി വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. ശ്രുതിയെയും കൂട്ടി ആനന്ദ് ആശ്രമത്തിലേക്ക് പോകുന്നു. സ്വാമിജി, എനിക്ക് 7 ഡിഗ്രി ഉണ്ട്, പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല. എന്നാൽ എനിക്ക് സ്വാമിജിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സ്വാമിക്ക് എത്ര ഡിഗ്രി ഉണ്ട്? നിങ്ങൾ പറയുന്നത് പോലെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ എത്ര പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? സ്വാമി ഒരു നോട്ടം നോക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ.